പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുമായി ബന്ധപ്പെട്ട അധികൃതരെ, യാതൊരു കാരണവശാലും എന്നോടോ എൻ്റെ ചാനലിനോടോ യാതൊരു വിഷമം വിചാരിക്കരുത്. പക്ഷേ ഇത് കാണുമ്പോൾ ദുഃഖം തോന്നിയിട്ടാണ്, അല്ലെങ്കിൽ വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചാല് കോരിയിട്ടുള്ള, റോഡരികിലെ ചാല് കോരിയിട്ടുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തട്ടിയിരിക്കുകയാണ് ഇവിടെ. SP ലൈന് മുന്നിലെ മധുരവീരൻ അമ്പലത്തിൻ്റെ മുന്നിലുള്ള റോട്ടിലിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുളപരുത്തിയുടെ അവിടെ ഇട്ടുണ്ട്. അങ്ങനെ മത്സ്യ സ്റ്റാള് വരെ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് മത്സ്യച്ചാല് വരെയുള്ള സ്ഥലങ്ങളിൽ ഇരുഭാഗത്തുമായിട്ട് ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. കുപ്പിച്ചില്ലുകളുണ്ട്, ആണികളുണ്ട്, പിന്നെ കെട്ടിടം പൊളിഞ്ഞതോ മറ്റോ ആണോ എന്താണെന്ന് അറിയില്ല. കരിങ്കല്ലിൻ്റെയും പിന്നെ ചൂളഷ്ടിയുടെയും കട്ടയും കല്ലും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ റോഡ് സൈഡിലാണ് തള്ളിയിട്ടിരിക്കുന്നത്. പണ്ട് കാരണന്മാർ പറഞ്ഞ മാതിരി വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് മാറി എന്ന് പറഞ്ഞ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ പറഞ്ഞ മാതിരിയാണ് ഈ സംഭവം നിൽക്കുന്നത്. നമ്മുടെ ITIയുടെ മുമ്പൊന്നും പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് ആ ഭാഗത്തു നിന്നുള്ള PWDക്കാർ അവിടുത്തെ മാലിന്യങ്ങൾ കോരുന്നത് നമ്മൾ കണ്ടു, വൃത്തിയാക്കുന്നത് കണ്ടു. അതാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് എന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. PWD ഒക്കെ ഇത്രയും നല്ല ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ള ജനദ്രോഹ നടപടികൾ ചെയ്യുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആരാണിത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടി ഞാൻ കണ്ടു. ആ വണ്ടി ഞാൻ പറയുന്നില്ല എന്തായാലും. അപ്പോൾ ആരാണ് ഇത് ഇതേമാതിരി ഇടാൻ നിർദ്ദേശം നൽകുന്നത്? ഇത് ജനങ്ങൾക്ക് ഉപദ്രവമല്ലേ? മലമ്പുഴയ്ക്ക് ഒത്തിരി വിനോദസഞ്ചാരികളും മലമ്പുഴയ്ക്ക് നാട്ടുകാരും പോകുന്ന വഴിയല്ലേ ഇത്? ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ തെന്നി വീഴില്ലേ? കല്ലും കട്ടിയും റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ തടഞ്ഞു വീഴില്ലേ? ഇതാരാ ഇത് ഇട്ടത്? ഏത് ഉദ്യോഗസ്ഥരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത്? അവർക്ക് മക്കളില്ലേ? അവരുടെ മക്കൾ വീഴില്ലേ? അല്ലെങ്കിൽ അവർ വീഴില്ലേ? ഇതൊന്നും ചിന്തിക്കാതെ നാട്ടുകാരനെ ഉപദ്രവിക്കുകയെ ഇതിനൊരു നടപടി ശക്തമായിട്ട് അധികൃതർ എടുക്കണം.